നോക്കാം. ഇതെന്റെ മനസ്സിലാവുന്ന ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന റെസിപ്പി എടുത്ത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേരേണ്ട ഒരു എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഇത് നമ്മൾ 1-2 ആക്കി കഴിച്ചാലും ഇത് വായിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകും. അപ്പൊ അത് 2-3 കഴിച്ചാലൊന്നും ഒന്നും ആവില്ല. പിന്നെ ഇപ്പൊ അമ്മമാർക്കൊക്കെ ആയിരുന്നാലും ഇപ്പൊ കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോൾ കൂടി പറ്റിയ ഒരു 10 മിനിറ്റിന് ഉള്ളിൽ ഇത് നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ റെഡിയാക്കാൻ. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വൈറ്റ് ബ്രെഡ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് വേണം. കണ്ടൻസ് മിൽക്ക് ഒന്നല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ ഒരു വലിയൊരു സവോളയുടെ പകുതി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 6 ടേബിൾ സ്പൂൺ റവയും വേണം, പാലും വേണം. ഞാനിവിടെ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. റവ ഞാനിവിടെ എടുത്തേക്കുന്നത് വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡും മുട്ടയും പാലും കണ്ടൻസ് മിൽക്കും പിന്നെ ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കിയിട്ടെടുക്കണം. വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് ചേർക്കുക. ബ്രെഡ് ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ബ്രെഡ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുട്ടയും പിന്നെ പാലും കണ്ടൻസ് മിൽക്കും ഉപ്പും ചേർക്കുക. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കുക. രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാൻ അതേപോലെ ഇങ്ങനെ സ്പൂണിൽ നിറച്ചിട്ട് സ്പൂണിൽ ഇങ്ങനെ കണ്ടമാനം ഇതേപോലെ ഞാൻ പിടിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളത് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ കറക്റ്റ് അളവായിട്ട് കിട്ടില്ല. പാലിനങ്ങനെ കറക്റ്റായിട്ട് ഒരളവില്ല. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും ചേർക്കാം. ഞാനിതിലേക്ക് 8 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തേക്കുന്നത്. അങ്ങനെ പാല് ചേർക്കണതിന് അത്രയ്ക്കാണ്ട് കറക്റ്റായിട്ടൊരളവില്ല. ഇതിൻ്റെ ബാറ്റർ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് 8 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഇതൊന്ന് കറക്കി നോക്കുക. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇനി റവയും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. റവ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് കറക്കരുത്, കാരണം ഇതിനകത്ത് റവ ചെറുതായിട്ട് തരി പോലെ കിടക്കണം. അങ്ങനെ റവ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒട്ടും ഓയിൽ കുടിക്കില്ല. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്തേക്കണതിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരത്തിൻ്റെ കൂടെ ഈ സവോളയും കൂടിയിട്ടാവുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ പാലും കൂടിയും ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 10 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തേക്കുന്നത്. കാരണം പാല് ചേർക്കുന്നതിന് അത് നമുക്ക് ഫസ്റ്റ് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല കറക്റ്റ് ഇത്രയ്ക്ക് പാല് ചേർക്കണം എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ എടുക്കണ മുട്ട കുറച്ച് ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ടി വരും. ഈ ബാറ്റർ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ ഈ 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കണ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി വരുമ്പോഴേക്കും 10 മിനിറ്റ് ആവും. അപ്പോൾ ബാറ്റർ ഞാനിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്റർ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഭയങ്കര കട്ടിയിലിരിക്കുകയും ചെയ്യരുത്. നമ്മൾ ഉണ്ണിയപ്പത്തിന് മാവ് മിക്സ് ചെയ്തിട്ട് വെക്കില്ലേ, അതേപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാവിൽ നിന്ന് ഒരു നുള്ള് മാവ് എടുത്തിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഇടുക. ഈ മാവാണ്ട് അടിയിൽ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിങ്ങനെ ചൂടായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് സ്പൂണും കൊണ്ട് കുറേശ്ശെ മാവ് കോരി ഒഴിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഒന്ന് നടുക്കായിട്ട് വെക്കുക. ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഇതിലേക്ക് നമ്മൾ റവ ചേർത്തേക്കണേനും ഇത് വറുത്തെടുക്കുമ്പോൾ ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല. പെട്ടെന്ന് ഇത് നമുക്ക് റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും തിരിച്ചിടാം. ഇതിങ്ങനെ ഓരോ സൈഡ് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതൊന്നും നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ട് മുരിച്ചിട്ട് എടുക്കുക. കരിഞ്ഞു പോകരുത്. നല്ല ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നല്ലൊരു ഗോൾഡൻ കളറായാൽ മതി. ഇത് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. കാരണം എന്ത് സാധനം നമ്മൾ ഓയിലിട്ടിട്ട് ഓയിലിൽ നിന്ന് എടുക്കാൻ പോണേലും മുമ്പ് ഒന്ന് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുമ്പോൾ ഓയിൽ ഒന്നും കൂടി നന്നായിട്ട് ചൂടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഓയിലൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒരു നല്ല ഗോൾഡൻ കളറിൽ എടുക്കുക. ഇതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ നല്ല സ്പോഞ്ച് പോലെ ഇതേപോലെ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും. എനിക്ക് ആ സവോളയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. എന്നിട്ട് ആ മധുരത്തിൻ്റെ കൂടെ ആ സവോളയും കൂടിയിട്ട് അങ്ങോട്ട് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.